അജിത് കോളശ്ശേരി, ഇപ്പോഴത്തെ പ്രവാസികളുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് എന്താണ്? ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഇറാൻ, ഇസ്രായേൽ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്നീ മേഖലയിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം നോർക്ക കേരളീയർക്കായിട്ട് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഇറാനിലെ മലയാളികളുടെ എണ്ണം വളരെ കുറവാണ്. അത് അവരിലെ ഭൂരിപക്ഷം ആൾക്കാരും തിരിച്ച് എത്തിയിരിക്കാനാണ് സാധ്യത. കാരണം നേരത്തെ ഇറാനിലുമായി ബന്ധപ്പെട്ടുള്ളൊരു ഇവാക്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൽ ഇറാനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. അവരുടെ എണ്ണം വന്ന് ഒരു 100-ൽ താഴെ കുട്ടികളായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പം എന്നാൽ ഇസ്രായേലിൽ അങ്ങനെയല്ല. ഇസ്രായേലിൽ നമുക്ക് ധാരാളം പേര് വിവിധ മേഖലയിൽ, പ്രത്യേകിച്ച് കെയർ ഗിവേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരും സ്കിൽഡ് വർക്കേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുമുണ്ട്. ഇത് കൂടാതെ ഇത് പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്തിരിക്കുന്നത് GCC രാജ്യങ്ങളിലാണ്. അവിടെ ഒരു 3 ദശലക്ഷത്തിലധികം മലയാളികൾ ഈ 6 രാജ്യങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ ഉണ്ടായത്. അപ്പം ഇതിനു വേണ്ടിയിട്ട് ഒരു നോർക്കയുടെ ഒരു കോൾ സെൻറ്ററിലെ ഒരു പ്രത്യേക ഹെൽപ്പ് ഡെസ്ക്, നോർക്ക കോൾ സെൻറ്ററിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ടോൾ ഫ്രീ നമ്പറുകളും ഉണ്ട്, ഇൻ്റർനാഷണൽ ടോൾ ഫ്രീ നമ്പേഴ്സ്, മിസ് കോൾ സർവീസും ഉണ്ട്. അപ്പം ഇതാണ് ഇപ്പോൾ ഉള്ള സംവിധാനങ്ങൾ. അതോടൊപ്പം തന്നെ വിവിധ ഇന്ത്യയുടെ മിഷൻസ് നൽകുന്ന ട്രാവൽ അഡ്വൈസറികൾ, വിദേശകാര്യ വകുപ്പിൽ നൽകുന്ന ട്രാവൽ അഡ്വൈസറികൾ, ഇത് നോർക്കയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും അതോടൊപ്പം തന്നെ ഹെൽപ്പ് ലൈനുകൾ വഴിയും ഈ കാര്യങ്ങൾ അറിയിക്കുന്നു. ശരി, ഇതാണ് പ്രാഥമികമായി നോർക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം.